എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. അടിപൊളി കഥയാണ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥയുടെ തുടക്കത്തിൽ തന്നെ അനന്തമായി പരന്നു കിടക്കുന്ന പൈൻ കാടുകളും എപ്പോഴും മലനിരകളെ പുതപ്പിച്ചു നിൽക്കുന്ന കട്ടിമഞ്ഞുമുള്ള വാഗമണ്ണിലെ തണുപ്പിലേക്ക് ഡിറ്റക്റ്റീവ് മാധവൻ എത്തുമ്പോൾ നേരം സന്ധ്യയോടടുത്തിരുന്നു. കൊച്ചിയിലെ തിരക്ക് പിടിച്ച കേസ് ഡയറികളിൽ നിന്നും ചോരമണക്കുന്ന കൊലപാതകങ്ങളുടെ ലോകത്തു നിന്നും ഒരു ചെറിയ ഇടവേള, അതായിരുന്നു മാധവന്റെ ലക്ഷ്യം. ഒരു വശത്ത് പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും മറുവശത്ത് അഗാധമായ താഴ്വരകളും നിറഞ്ഞ വാഗമൺ മാധവന് എപ്പോഴും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ആദ്യം ഒരാഴ്ചത്തെ വിശ്രമമാണ് പ്ലാൻ ചെയ്തതെങ്കിലും അവിടുത്തെ ശാന്തതയും തണുപ്പും മാധവനെ ഏറെ ആകർഷിച്ചു. അങ്ങനെ അയാൾ തൻ്റെ താമസം കുറച്ച് ദിവസങ്ങൾ കൂടി നീട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. മാധവന്റെ വ്യക്തി ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളോ കെട്ടുപാടുകളോ ഇല്ലാതിരുന്ന കാലമായിരുന്നു അത്. വിവാഹം കഴിഞ്ഞിട്ടില്ല, വീട്ടിൽ കാത്തിരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം എത്ര നാൾ വേണമെങ്കിലും അയാൾക്ക് അവിടെ താമസിക്കാമായിരുന്നു. മാധവൻ താമസിച്ചിരുന്നത് 1920കളിൽ ഒരു ബ്രിട്ടീഷ് പ്ലാന്റർ പണിതുയർത്തിയ റോസ് വില്ല എന്ന ഒരു ഹെറിറ്റേജ് ഹോം സ്റ്റേയിലാണ്. തേക്ക് തടി കൊണ്ട് മേഞ്ഞ വലിയ മേൽക്കൂരയും കരിങ്കല്ലുകൾ പാകിയ ചുവരുകളുമുള്ള ഒരു ഗംഭീരം പഴയ കൊളോണിയൽ ബംഗ്ലാവ്. അതിന്റെ യഥാർത്ഥ ഉടമയായിരുന്ന ആർത്തർ ഹാമിൽട്ടൺ വർഷങ്ങൾക്ക് മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ അവിടെ വെച്ച് തന്നെയാണ് മരിച്ചതും. ബംഗ്ലാവിനോട് ചേർന്നുള്ള പൈന്തോട്ടത്തിൽ ഒരു കോണിൽ അയാളുടെ പായൽ പിടിച്ച കല്ലറ ഇപ്പോഴുമുണ്ട്. തദ്ദേശവാസികൾ പലരും രാത്രികാലങ്ങളിൽ ആ ബംഗ്ലാവിന്റെ പരിസരത്തേക്ക് വരാൻ ഭയപ്പെട്ടിരുന്നു. ഹാമിൽട്ടന്റെ ആത്മാവ് ഇപ്പോഴും അവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ നമ്മുടെ കഥ ഹാമിൽട്ടന്റെ പ്രേതത്തെക്കുറിച്ചല്ല, ആ ബംഗ്ലാവിനെ പിടിച്ചുകുലുക്കിയ ദാരുണമായ ഒരു കൊലപാതക പരമ്പരയെക്കുറിച്ചാണ്. ആ വലിയ ബംഗ്ലാവിൽ മാധവനെ കൂടാതെ മറ്റ് 2 അതിഥികൾ മാത്രമാണ് ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്നുള്ള റിട്ടയർഡ് പ്രൊഫസർ മേനോനും ഭാര്യ മാലതിയും. പ്രായമായെങ്കിലും വളരെ സരസമായി സംസാരിക്കുന്ന ദമ്പതികളായിരുന്നു അവർ. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. കൊച്ചിയിൽ വലിയ തോതിൽ സ്വത്തുക്കളും വാടക വീടുകളുമുള്ള അവർക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. തങ്ങളുടെ കാലശേഷമുള്ള സ്വത്തുക്കൾ മുഴുവനും ഒരു ട്രസ്റ്റിന് എഴുതി വച്ചിരിക്കുകയാണെന്ന് ഒരു വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ മേനോൻ മാധവനോട് പറഞ്ഞിരുന്നു. മക്കളില്ലാത്തതിൻ്റെ വിഷമം തീർക്കാൻ അവർ നിരന്തരം യാത്രകൾ ചെയ്യുമായിരുന്നു. ഒരു ദിവസം രാത്രി മേനോനും ഭാര്യയും മാധവനെ വാഗമൺ ടൗണിലെ ഒരു നല്ല നാടൻ റെസ്റ്റോറൻറ്റിലേക്ക് അത്താഴത്തിന് ക്ഷണിച്ചു. മാധവൻ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. രാത്രി 9 മണിയോടെ അവർ തിരികെ ബംഗ്ലാവിലെത്തി. പുറത്ത് മഞ്ഞ് കനക്കുകയാണ്. പരസ്പരം ശുഭരാത്രി നേർന്ന് മാധവൻ തൻ്റെ മുറിയിലേക്ക് പോയി. തണുപ്പുള്ള രാത്രിയിലും നല്ല നാടൻ ഫുഡ് നൽകിയ ആലസ്യത്തിൽ മാധവൻ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വീണു. എന്നാൽ അർദ്ധരാത്രിയോടെ ഒരു ഭീകരമായ ശബ്ദം കേട്ടാണ് മാധവൻ ഞെട്ടി ഉണർന്നത്. ഭാരമേറിയ ഒരു ഇരുമ്പ് പൈപ്പോ ലോഹദണ്ഡോ തറയിൽ വീഴുന്നത് പോലെയുള്ള ഒരു കടുത്ത ശബ്ദമായിരുന്നു അത്. ആ നിശബ്ദതയിൽ ആ ശബ്ദം ബംഗ്ലാവ് മുഴുവനും മുഴങ്ങിക്കേട്ടു. മാധവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ആ ബംഗ്ലാവിൽ അവരെ കൂടാതെ രാത്രി കാവൽക്കാരനായ ദാമു മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ശബ്ദം ദാമുവും കേട്ടിരിക്കണമെന്ന് മാധവൻ കരുതി. എന്നാൽ അടുത്ത നിമിഷം തൻ്റെ മുറിയുടെ വാതിലിൻ്റെ അപ്പുറത്തു നിന്നും ആരോ വളരെ പതുക്കെ കാൽപ്പാടിൻ്റെ ശബ്ദമുണ്ടാക്കാതെ ഓടിപ്പോകുന്ന ശബ്ദം മാധവൻ ശ്രദ്ധിച്ചു. ഒരു കുറ്റാന്വേഷകന്റെ സഹജവാസനയോടെ മാധവൻ കട്ടിലിൽ നിന്നിറങ്ങി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് കട്ടികൂടിയ മഞ്ഞ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആരെയും കാണാനില്ലായിരുന്നു. മാധവൻ പതുക്കെ വാതിൽ തുറന്ന് ശബ്ദം കേട്ട ദിശയിലേക്ക് നടന്നു. ബംഗ്ലാവിന്റെ ഇടനാഴിയിൽ കടുത്ത ഇരുട്ടായിരുന്നു. ശബ്ദം വന്നത് പ്രൊഫസർ മേനോന്റെ മുറിയുടെ ഭാഗത്തു നിന്നാണ്. മാധവൻ കയ്യിലൊരു ടോർച്ചുമായി പതുക്കെ മുന്നോട്ട് നടന്നു. ഹാളിലെ തണുപ്പ് അയാളുടെ അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. മേനോന്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ മാധവൻ കണ്ടത് ആ പ്രധാന വാതിൽ പകുതി തുറന്നു കിടക്കുന്നതാണ്. ഉള്ളിൽ മങ്ങിയൊരു നൈറ്റ് ലാമ്പിന്റെ വെളിച്ചം മാത്രം. മാധവൻ എന്തോ വലിയ അപകടം മണത്തു. അയാൾ പതുക്കെ ഉള്ളിലേക്ക് കയറി. അതൊരു വലിയ കൊളോണിയൽ ശൈലിയിലുള്ള ലിവിംഗ് റൂമായിരുന്നു. അവിടുത്തെ വലിയ ഈസി ചെയറിൽ മേനോൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുറംഭാഗം വാതിലിന്റെ അഭിമുഖമായാണ് ഇരിക്കുന്നത്. മാധവൻ പതുക്കെ വിളിച്ചു, മേനോ സാർ, എന്താ പറ്റിയത്? പുറത്തൊരു വലിയ ശബ്ദം കേട്ടല്ലോ. എന്നാൽ യാതൊരു മറുപടിയും ഉണ്ടായില്ല. മാധവൻ മുന്നോട്ട് നടന്ന് മേനോന്റെ മുഖത്തേക്ക് നോക്കി. അടുത്ത നിമിഷം മാധവന്റെ ചോര മരവിച്ചുപോയി. മേനോൻ കണ്ണുകൾ വട്ടത്തിൽ തുറന്ന് ചുവരിലേക്ക് നോക്കിയിരിക്കുന്നു. മുഖത്ത് അതിഭീകരമായ ഭയത്തിൻ്റെയും വേദനയുടെയും ഭാവം. വായ പകുതി തുറന്ന് നാക്കൽപ്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. മാധവൻ ഒന്നുകൂടി ഉറക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തോളിൽ തൊട്ടു. പെട്ടെന്ന് മേനോന്റെ തല ഒരു വശത്തേക്ക് ചെരിഞ്ഞു വീണു. അയാൾ മരിച്ചിരുന്നു. ശരീരത്തിന് അപ്പോഴും ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അതായത് കൊലപാതകം നടന്നിട്ട് അധികം സമയമായിട്ടില്ല. മാധവൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ടോർച്ചടിച്ചു. കഴുത്തിൽ ആഴത്തിലുള്ള ഒരു ചുവന്ന പാടുണ്ടായിരുന്നു.
കട്ടിയുള്ളൊരു കയറോ വയറോ ഉപയോഗിച്ച് പുറകിൽ നിന്നും കഴുത്ത് ഞെരിച്ചാണ് അദ്ദേഹത്തെ കൊന്നിരിക്കുന്നത്. ഒരു പ്രതിരോധത്തിന് പോലും അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല. മാധവൻ പരിഭ്രാന്തിയോടെ ഭാര്യ മാലതിയെ തിരഞ്ഞ് തൊട്ടടുത്ത ബെഡ്റൂമിലേക്ക് ഓടി. അവിടുത്തെ കാഴ്ച അതിലും ഭീകരമായിരുന്നു. കട്ടിലിൽ മാലതി രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. അവരുടെ നെറ്റിയുടെ മധ്യത്തിലായി ആഴത്തിലുള്ള ഒരു വലിയ മുറിവുണ്ടായിരുന്നു. നെഞ്ചിലും കഴുത്തിലും സമാനമായ രീതിയിൽ കുത്തേറ്റ പാടുകൾ. ആരോ വളരെ ക്രൂരമായി അടുത്ത പകയോടെ അവരെ കുത്തിക്കൊന്നിരിക്കുന്നു. കട്ടിലിന്റെ അടുത്തുള്ള തറയിൽ ചോര പുരണ്ട ഒരു വെള്ള ബെഡ്ഷീറ്റ് വലിച്ചിട്ട നിലയിൽ കിടപ്പുണ്ടായിരുന്നു. മാധവൻ അവിടെയുള്ള ഒന്നിനെയും തൊടാൻ തുനിഞ്ഞില്ല. ഒരു പ്രൊഫഷണൽ ഡിറ്റക്റ്റീവ് ആയതുകൊണ്ട് തെളിവുകൾ നശിക്കാതിരിക്കാൻ അയാൾ അതീവ ശ്രദ്ധ പുലർത്തി. അയാൾ പെട്ടെന്ന് മുറിക്ക് പുറത്തിറങ്ങി. രാത്രി കാവൽക്കാരനായ ദാമുവിനെ തിരഞ്ഞ് അയാളുടെ ഔട്ട് ഹൗസിലെ മുറിയിലേക്ക് ഓടി. എന്നാൽ ദാമുവിന്റെ മുറി പുറത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. മാധവൻ ജനാലയിലൂടെ നോക്കിയെങ്കിലും ഉള്ളിൽ ഇരുട്ടായിരുന്നു. മാധവൻ വേഗം റിസപ്ഷൻ ഏരിയയിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ലൈൻ ഫോണിൽ നിന്നും വാഗമൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ബംഗ്ലാവിൽ ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നുവെന്ന വിവരം അറിയിച്ചു. പോലീസ് വരുന്നതുവരെ അയാൾ അസ്വസ്ഥനായി അവിടെ തന്നെ നടന്നു. ദാമു എങ്ങോട്ടാണ് ഈ അർദ്ധരാത്രിയിൽ പോയത്? മുറി പുറത്തു നിന്നും പൂട്ടാൻ കാരണമെന്ത്? അവനാണോ കൊലപാതകി? അതോ അവനും അപകടത്തിൽപ്പെട്ടോ? മാധവന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഇരച്ചു കയറി. അരമണിക്കൂറിനകം പോലീസ് ജീപ്പ് സൈറൺ മുഴക്കിക്കൊണ്ട് ബംഗ്ലാവിന്റെ മുറ്റത്തെത്തി. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം ആ കട്ടിമഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് ബംഗ്ലാവിന്റെ വരാന്തയിലേക്ക് പതിച്ചു. വാഗമൺ എസ് ഐ ഹരിദാസും 3 കോൺസ്റ്റബിൾമാരും ജീപ്പിൽ നിന്നിറങ്ങി ഉള്ളിലേക്ക് വന്നു. ഹരിദാസ് കടുത്ത സ്വഭാവക്കാരനായ പെട്ടെന്ന് നിഗമനങ്ങളിലെത്തുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. റിസപ്ഷനിൽ നിൽക്കുന്ന മാധവനെ നോക്കി ഹരിദാസ് സംശയത്തോട് ചോദിച്ചു, നിങ്ങളാണോ വിളിച്ച മാധവൻ? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ അർദ്ധരാത്രിയിൽ താൻ എന്തെടുക്കുകയായിരുന്നു ഇവിടെ? മാധവൻ ശാന്തനായി പറഞ്ഞു, അതെ സാർ, ഞാനാണ് വിളിച്ചത്. പ്രൊഫസറും ഭാര്യയും അവരുടെ മുറിയിൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. വരൂ, ഞാൻ കാണിക്കാം. എസ് ഐ ഹരിദാസ് മാധവനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് പറഞ്ഞു, നിൽക്ക്, അതിനു മുമ്പ് തന്നെ ഒന്ന് പരിചയപ്പെടാമല്ലോ. ആരാണ് താൻ? ഇവിടെ എന്താണ് പരിപാടി? കൊച്ചിയിൽ നിന്നുള്ള ഒരാൾ ഈ സീസണിൽ ഇവിടെ വന്ന് താമസിക്കാൻ എന്താണ് കാരണം? എൻ്റെ പേര് മാധവൻ. ഞാൻ കൊച്ചിയിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി ജോലി ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് ദിവസമായി ലീവിന് വന്നതാണ് സാർ. ഈ ബംഗ്ലാവിലെ ഹോം സ്റ്റേയിലാണ് ഞാൻ താമസിക്കുന്നത്. മാധവൻ മറുപടി നൽകി. ഓഹോ, ഡിറ്റക്റ്റീവാണോ? അപ്പോൾ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ താൻ സ്വന്തം നിലയിൽ അന്വേഷണം തുടങ്ങി കാണുമല്ലോ. എന്തൊക്കെ തെളിവുകൾ മാറ്റി താൻ? ഹരിദാസിന്റെ സ്വരത്തിൽ കടുത്ത പരിഹാസവും സംശയവും ഉണ്ടായിരുന്നു. ഇല്ല സാർ, ഞാൻ മൃതദേഹങ്ങൾ കണ്ടയുടൻ പോലീസിനെ വിവരമറിയിക്കുകയാണ് ചെയ്തത്. തെളിവുകൾ നശിക്കാതിരിക്കാൻ ഞാനൊന്നും തൊട്ടിട്ടില്ല. അതെൻ്റെ പ്രാഥമിക കടമയാണ്. മാധവൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി. അവർ ഒന്നിച്ച് മേനോന്റെ മുറിയിലേക്ക് നടന്നു. അവിടെ കിടക്കുന്ന 2 മൃതദേഹങ്ങളും കണ്ടപ്പോൾ പോലീസുകാർ പോലും ഒന്ന് ഞെട്ടി. മുറിയിൽ ചോരയുടെ മണം പടർന്നിട്ടുണ്ടായിരുന്നു. വളരെ ക്രൂരമായി ചെയ്ത ഒരു കൊലപാതകമാണത്. എന്തോ കടുത്ത വ്യക്തിവൈരാഗ്യമുള്ളതുപോലെയാണ് ആ സ്ത്രീയെ കുത്തിക്കൊന്നിരിക്കുന്നത്. മോഷണശ്രമമാണെന്ന് തോന്നുന്നില്ല, കാരണം അവരുടെ ആഭരണങ്ങൾ ഇപ്പോഴും ശരീരത്തിലുണ്ട്, എസ് ഐ ഹരിദാസ് പറഞ്ഞു. 2 കോൺസ്റ്റബിൾമാർ ബംഗ്ലാവിന്റെ മറ്റു ഭാഗങ്ങൾ പരിശോധിക്കാനായി പുറത്തേക്ക് പോയി. മാധവൻ തന്റെ മൂർച്ചയുള്ള കണ്ണുകളാൽ മുറിയിലുള്ള ഓരോ വസ്തുക്കളെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മേനോനിരുന്ന സോഫയ്ക്ക് മുന്നിലുള്ള മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ പകുതി വെള്ളമുണ്ടായിരുന്നു. പെട്ടെന്ന് പുറത്തുപോയ കോൺസ്റ്റബിൾമാരിൽ ഒരാൾ പരിഭ്രാന്തിയോട് ഓടി വന്ന് പറഞ്ഞു, സാർ, അപ്പുറത്തെ വാച്ചറുടെ ക്വാർട്ടേഴ്സിൽ മറ്റൊരു ഡെഡ് ബോഡി കൂടിയുണ്ട്. അത് ദാമുവാണ്. ഈ വാർത്ത കേട്ടപ്പോൾ മാധവനും എസ് ഐ ഹരിദാസും ഒരുപോലെ ഞെട്ടിപ്പോയി. മൂന്നാമതൊരു കൊലപാതകം കൂടിയോ? ഒരു രാത്രിയിൽ 3 ജീവനുകൾ. അവർ വേഗത്തിൽ കാവൽക്കാരനായ ദാമുവിന്റെ മുറിയുടെ ഭാഗത്തേക്ക് നടന്നു. പുറത്തുനിന്നും പൂട്ടിക്കിടന്ന ആ മുറിയുടെ വാതിൽ എസ് ഐയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ചവിട്ടി തുറന്നു. മുറിക്കുള്ളിലെ കാഴ്ച ഭീകരമായിരുന്നു. തറയിൽ ദാമുവിന്റെ മൃതദേഹം ചോരയിൽ കുളിച്ചു കിടക്കുന്നു. അയാളുടെ തല ഒരു വലിയ കല്ലുകൊണ്ടോ ഇരുമ്പ് വടികൊണ്ടോ അടിച്ചു തകർത്ത നിലയിലായിരുന്നു. ദാമു മരിച്ചു കിടക്കുന്ന രൂപം കണ്ടപ്പോൾ ഇതുവരെ ദാമുവാണ് പ്രതിയെന്ന് കരുതിയിരുന്ന മാധവന്റെ നിഗമനങ്ങൾ അപ്പാടെ തെറ്റി. കൊലപാതകി മറ്റാരോ ആണ്. അവൻ വളരെ ബുദ്ധിപൂർവ്വം കളിക്കുകയാണ്. എസ് ഐ ഹരിദാസ് കടുത്ത ദേഷ്യത്തോടെ മാധവന്റെ നേരെ തിരിഞ്ഞു. താൻ പറഞ്ഞത് ഈ ബംഗ്ലാവിൽ 2 കൊലപാതകമേ നടന്നിട്ടുള്ളൂ എന്നല്ലേ? അപ്പോൾ ഈ മൂന്നാമത്തെ ആൾ എങ്ങനെ ഇവിടെ ചത്തുകിടക്കുന്നു? താൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് മാധവൻ. ഈ 3 പേരും കൊല്ലപ്പെടുമ്പോൾ താൻ തൊട്ടടുത്ത മുറിയിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? മാധവൻ പറഞ്ഞു, സാർ, ഇത് ഇവിടുത്തെ നൈറ്റ് വാച്ചർ ദാമുവാണ്. ഞാൻ കുറച്ചു മുമ്പ് വന്നപ്പോൾ ഈ മുറി പുറത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. അതുകൊണ്ടാണ് അവൻ കൊലപാതകം നടത്തി രക്ഷപ്പെട്ടു കളഞ്ഞുവെന്ന് ഞാൻ ആദ്യ നിമിഷം കരുതിയത്. പക്ഷേ കൊലപാതകി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അത്. തെറ്റിദ്ധരിപ്പിക്കാനോ? താൻ വിചാരിച്ചതുപോലെ കഥയുണ്ടാക്കണ്ട. ഈ ബംഗ്ലാവിൽ ഇപ്പോൾ ജീവനോടെയുള്ളത് താൻ മാത്രമാണ്. കൊലപാതകി പുറത്തു നിന്നുള്ള ആളാണെങ്കിൽ തന്നെ എന്തിനാ ജീവനോടെ വിട്ടത്? അതോ താൻ തന്നെയാണോ ഈ 3 പേരെയും തീർത്തത്? ഒരു ഡിറ്റക്റ്റീവിന്റെ വേഷത്തിൽ വന്ന
സൈക്കോ കൊലപാതകയാണോ താൻ? ഹരിദാസിന്റെ സംശയം മാധവന് നേരെ കടുത്തു. മാധവൻ പതുക്കെ പുഞ്ചിരിച്ചു. സാർ, പോലീസ് രീതിയിൽ നോക്കിയാൽ എന്നെ സംശയിക്കുന്നത് സ്വാഭാവികമാണ്. ഞാനതിനെ കുറ്റം പറയില്ല. എന്നാൽ എൻ്റെ വശത്തു നിന്നും ചിന്തിച്ചാൽ യഥാർത്ഥ പ്രതിയിലേക്ക് നമുക്ക് വേഗത്തിലെത്താം. ഞാൻ എന്നെ തന്നെ രക്ഷിക്കാനാണെങ്കിലും ഈ കേസ് തെളിയിക്കാൻ നിങ്ങളെ സഹായിക്കാം. വരൂ, നമുക്ക് മേനോന്റെ മുറിയിലേക്ക് തിരികെ പോകാം. അവിടെ ചില നിർണായക തെളിവുകളുണ്ട്. അവർ രണ്ടും മേനോന്റെ മുറിയിലെത്തി. മാധവൻ മേനോന്റെ ഡെഡ് ബോഡിക്കടുത്തേക്ക് വിരൽ ചൂണ്ടി. സാർ, ഇദ്ദേഹത്തിന്റെ കഴുത്തിലെ പാട് ശ്രദ്ധിക്കൂ. ഇതൊരു സാധാരണ നെയ്ലോൺ കയറല്ല. തെങ്ങിൻ ചരട്, അതായത് നാര് കയർ ഉപയോഗിച്ചാണ് കഴുത്ത് ഞെരിച്ചിരിക്കുന്നത്. ആ നാരിന്റെ ചെറിയ കഷ്ണങ്ങൾ ഇപ്പോഴും കഴുത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം. സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന കയറാണത്. മാധവന്റെ ശാന്തതയും നിരീക്ഷണങ്ങളും കേട്ടപ്പോൾ എസ് ഐ ഹരിദാസിന് കാര്യങ്ങളിൽ അല്പം ഗൗരവം തോന്നി തുടങ്ങി. അയാൾ മാധവൻ പറഞ്ഞത് ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറായി. മാധവൻ തുടർന്നു. പിന്നെ ആ മേശപ്പുറത്തിരിക്കുന്ന ഗ്ലാസ് കണ്ടോ? അതിൽ പകുതി വെള്ളമുണ്ട്. കൊലപാതകി വന്നപ്പോൾ മേനോൻ സാറ് അയാൾക്ക് കുടിക്കാൻ നൽകിയ വെള്ളമാണത്. കാരണം മേനോൻ സാറിന്റെ ബെഡ്റൂമിൽ വാട്ടർ ഫ്ലാസ്ക് ഉണ്ട്. അദ്ദേഹത്തിന് മാത്രം വെള്ളം വേണമെങ്കിൽ അവിടെ നിന്നും കുടിക്കാമായിരുന്നു. ഇതിനർത്ഥം കൊലപാതകി മേനോൻ സാറിന് മുമ്പ് തന്നെ പരിചയമുള്ള, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ആരോ ഒരാളാണ്. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിലും മേനോൻ സാർ അയാൾക്ക് വാതിൽ തുറന്നു കൊടുത്തതും സൽക്കരിച്ചതും. പരിചയമുള്ള ആരോ രാത്രിയിൽ വന്നപ്പോൾ മേനോൻ സാർ വാതിൽ തുറന്നു കൊടുത്തു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ കൊലപാതകി മേനോൻ സാറിന്റെ പുറകിൽ ചെന്ന് ആ കയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി. അതിനുശേഷം അവൻ ബെഡ്റൂമിലേക്ക് പോയി. അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മാലതി അമ്മച്ചിയെ അവൻ ആയുധം കൊണ്ട് കുത്തിക്കൊന്നു. അവർ ബഹളം വയ്ക്കാതിരിക്കാനാണ് ആദ്യം തന്നെ നെറ്റിക്ക് അടിച്ചതെന്ന് തോന്നുന്നു. നിങ്ങൾ ആ കട്ടിലിന്റെ വശങ്ങളിലേക്ക് നോക്കൂ. അവിടെ കുറച്ച് ചുവന്ന മണൽത്തരികൾ വീണ് കിടക്കുന്നുണ്ട്. കൊലപാതകയുടെ ഷൂസിൽ നിന്നോ ചെരുപ്പിൽ നിന്നോ വീണതാണത്. വാഗമണ്ണിലെ സാധാരണ മണ്ണല്ലാതെ. കൊലപാതകത്തിന് ശേഷം അയാൾ അവിടെ ഉണ്ടായിരുന്ന വെള്ള ബെഡ്ഷീറ്റ് എടുത്ത് തൻ്റെ ആയുധത്തിലെ ചോര തുടച്ചുമാറ്റി. അതാണ് ആ ചോര പുരണ്ട ഷീറ്റ് തറയിൽ കിടക്കുന്നത്. എസ് ഐ ഹരിദാസ് തലയാട്ടി. ശരി, അപ്പോൾ ദാമു എങ്ങനെ കൊല്ലപ്പെട്ടു? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കൊലപാതകം കഴിഞ്ഞ് പ്രതി പുറത്തേക്ക് ഓടുമ്പോൾ ദാമു അത് കണ്ടിരിക്കണം സാർ. രാത്രിയിലെ കട്ടി മഞ്ഞായതുകൊണ്ട് ദൂരെ നിന്ന് നോക്കിയാൽ ആളെ വ്യക്തമായി മനസ്സിലാകില്ല. പക്ഷേ ദാമു ടോർച്ചടിച്ച് അടുത്തു വന്നപ്പോൾ ആളെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ദാമുവിനെ ജീവനോടെ വിടാൻ കഴിയില്ലായിരുന്നു. അവൻ ദാമുവിനെ കയ്യിലിരുന്ന ആയുധം കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. ആ മൃതദേഹം മുറിക്കുള്ളിലിട്ട് പുറത്തു നിന്നും പൂട്ടി. ആളുകൾ വിചാരിക്കണം ദാമു ആണ് കൊലപാതകം നടത്തി രക്ഷപ്പെട്ടതെന്ന്. പൂട്ടിയിട്ട് തിരികെ ഓടുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും ആ ഇരുമ്പായുധം തറയിൽ വീണു. ആ വലിയ ശബ്ദം കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. മാധവൻ പറഞ്ഞു നിർത്തി. അപ്പോൾ ആ ആയുധം എവിടെ? ഹരിദാസ് ചോദിച്ചു. അതവൻ കൂടെ കൊണ്ടുപോയി കാണും സാർ. പക്ഷേ നമുക്കൊരു വലിയ സൂചന ഇവിടെയുണ്ട്. തെങ്ങിൻ ചരട്, കട്ടിലിൽ കണ്ട ചുവന്ന മണൽത്തരികൾ, ദാമുവിനെ അടിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി, ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു നിർമ്മാണ സ്ഥലത്തേക്കാണ്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ്. ഈ ബംഗ്ലാവിന് തൊട്ടപ്പുറത്ത് ഒരു പുതിയ റിസോർട്ടിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണിവ. കൊലപാതകി അവിടുത്തെ തൊഴിലാളികളിൽ ആരോ ആണ്. മാധവൻ തന്റെ നിഗമനം വ്യക്തമാക്കി. അടുത്ത ദിവസം രാവിലെ വാഗമൺ ടൗൺ ഉണർന്നത് ഈ ദാരുണമായ 3 കൊലപാതകങ്ങളുടെ വാർത്ത കേട്ടുകൊണ്ടാണ്. പച്ചപ്പ് നിറഞ്ഞ ആ മലനിരകളിൽ ഒരൊറ്റ രാത്രി കൊണ്ട് 3 പേർ കൊല്ലപ്പെട്ടു എന്നത് നാട്ടുകാരെ ഭീതിയിലഴ്ത്തി. ചായക്കടകളിലും കവലകളിലും ആളുകൾ ഇതേക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിരുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു. ചിലർ പറഞ്ഞു ഇത് തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി കടന്നു വന്ന ഏതെങ്കിലും കൊള്ളസംഘത്തിന്റെ പണിയാണെന്ന്. പണത്തിനു വേണ്ടിയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റു ചിലർ വിശ്വസിച്ചത് ആ പഴയ കൊളോണിയൽ ബംഗ്ലാവിലെ ഇംഗ്ലീഷുകാരൻ്റെ പ്രേതം വർഷങ്ങൾക്ക് ശേഷം പ്രതികാരം ചെയ്തതാണെന്നാണ്. എന്നാൽ നാട്ടുകാരിൽ ചിലരുടെ സംശയം മാധവന്റെ നേരെയായിരുന്നു. ബംഗ്ലാവിൽ ജീവനോടെ അവശേഷിച്ച ഒരേ ഒരു ആൾ ആ ഡിറ്റക്റ്റീവ് മാത്രമായിരുന്നല്ലോ. അയാൾ എന്തിനാണ് അവിടെ വന്നത് എന്നതിനെക്കുറിച്ച് പല കഥകളും പ്രചരിച്ചു. മാധവൻ ഇതെല്ലാം കേട്ടുകൊണ്ട് ടൗണിലെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വലിയ ബഹളമായിരുന്നു. നിർമ്മാണ സ്ഥലത്ത് നിന്നും രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്ത 5-6 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് ക്രൂരമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഭയം കാരണം അവർ കൈകൾ കൂപ്പി കരയുന്നുണ്ടായിരുന്നു. എസ് ഐ ഹരിദാസ് മാധവനെ കണ്ടപ്പോൾ വിളിച്ചു. വാ മാധവൻ, താൻ പറഞ്ഞ സ്ഥലത്ത് നിന്നും തന്നെയാണ് ഞങ്ങൾ ഇവരെ പൊക്കിയത്. ഇവരുടെ ഷൂസിലെ മണ്ണും കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഇവരിൽ ആരെങ്കിലും ആയിരിക്കാം ആ കൊലപാതകി. തൊഴിലാളികൾ തമിഴിലും ഹിന്ദിയിലുമായി പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാർ. രാത്രി 10 മണിക്ക് പണി കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങിയതാണ്. ഞങ്ങൾക്ക് ഇവരെ അറിയില്ല സാർ. മാധവൻ ആ തൊഴിലാളികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവരുടെ കണ്ണുകളിൽ ഭയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു കുറ്റവാളിയുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മാധവന്റെ കണ്ണ് സ്റ്റേഷന്റെ ഒരു കോണിൽ ലഹരി മൂത്ത് ബോധമില്ലാതെ ബെഞ്ചിൽ കിടക്കുന്ന മറ്റൊരു തൊഴിലാളിയിൽ പതിഞ്ഞു. അയാളുടെ വസ്ത്രങ്ങളിൽ സിമെന്റിന്റെയും മണ്ണിന്റെയും കറയുണ്ടായിരുന്നു.
മാധവൻ ഹരിദാസിനോട് ചോദിച്ചു, സാർ, ആരാണ് ആ കോണിൽ കിടക്കുന്നത്? അവനെന്താണ് ചോദ്യം ചെയ്യാത്തത്? അവനൊരു കടുത്ത മദ്യപാനിയാണ്. അവിടുത്തെ തോട്ടത്തിലും നിർമ്മാണ സ്ഥലത്തുമൊക്കെ മാറി മാറി പണിയെടുക്കുന്നവനാണ്. രാവിലെ വഴിയരികിലെ തോട്ടത്തിൽ ബോധമില്ലാതെ കിടന്നപ്പോൾ ജീപ്പിലേക്ക് കയറ്റിയതാണ്. ചോദിക്കുന്നതിനൊന്നും മറുപടി പറയുന്നില്ല. നല്ല ലഹരിയാണ്, ഹരിദാസ് മടുപ്പോടെ പറഞ്ഞു. മാധവൻ ആ തൊഴിലാളികളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ആ കിടക്കുന്ന ആളെ നിങ്ങൾക്കറിയാമോ? അവൻ ഇന്നലെ രാത്രി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു തമിഴ് തൊഴിലാളി പതുക്കെ പറഞ്ഞു, അവൻ ഞങ്ങളുടെ കൂടെ ഉള്ളവനാണ് സാർ. പേര് സെൽവൻ. എപ്പോഴും കഞ്ചാവും കള്ളും അടിച്ച് എവിടെയെങ്കിലും കിടക്കും. ക്രൂരനൊന്നുമല്ല സാർ, പക്ഷേ ബോധമുണ്ടാകാറില്ല. ഇന്നലെ രാത്രി അവൻ ഞങ്ങളുടെ കൂടെ മുറിയിലുണ്ടായിരുന്നില്ല. സിമന്റും കമ്പികളും സൂക്ഷിക്കുന്ന പഴയ ഷെഡിലാണ് അവൻ കിടന്നത്. മാധവന്റെ കണ്ണുകൾ തിളങ്ങി. മാധവൻ എന്തോ ഒരു വലിയ സൂചന ലഭിച്ചതുപോലെ തോന്നി. ഹരിദാസ് സാർ, ഈ സെൽവനെ എങ്ങനെയെങ്കിലും ബോധത്തിലേക്ക് കൊണ്ടുവരണം. ഇന്നലെ രാത്രി അവൻ സിമന്റ് ഷെഡിലായിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലും കണ്ടിരിക്കാൻ വലിയ സാധ്യതയുണ്ട്. കാരണം ആ ഷെഡ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയിലാണ്, മാധവൻ പറഞ്ഞു. ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം 2 കോൺസ്റ്റബിൾമാർ സെൽവനെ വലിച്ച് പുറത്തുകൂട്ടി. സ്റ്റേഷന്റെ പുറകിലുള്ള കിണറ്റിലെ തണുത്തുറഞ്ഞ വെള്ളം 2 ബക്കറ്റിൽ കോരി അവന്റെ തലയിലേക്ക് ഒഴിച്ചു. വാഗമണ്ണിലെ കടുത്ത തണുപ്പിൽ ആ വെള്ളം വീണപ്പോൾ സെൽവൻ വിറച്ചുകൊണ്ട് ബോധത്തിലേക്ക് വന്നു. അവന്റെ ലഹരി പകുതിയോളം ഇറങ്ങിയിരുന്നു. അവനെ തിരികെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചൂടുള്ളൊരു ചായ നൽകി. മാധവൻ അവന്റെ അരികിലേക്കിരുന്ന് പതുക്കെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു, സെൽവൻ, ഇന്നലെ രാത്രി നീ സിമന്റ് ഷെഡിലായിരുന്നല്ലോ. അവിടെ വെച്ച് എന്തെങ്കിലും ശബ്ദമോ ആരെങ്കിലും ബംഗ്ലാവിന്റെ ഭാഗത്തേക്ക് വരുന്നതോ നീ കണ്ടോ? ഓർത്തു നോക്കൂ. സെൽവൻ ചായക്കപ്പ് കൈകളിൽ പിടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ഷെഡിൽ കിടക്കുമ്പോൾ ഒരു വലിയ കാട്ടുപന്നി നടന്നു പോകുന്നത് കണ്ടു സാർ. ഞാൻ നല്ല ലഹരിയിലായിരുന്നു. പന്നിയോ? ഈ കട്ടി മഞ്ഞത്തോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഹരിദാസ് ദേഷ്യത്തോട് ഇടപെട്ട് ചോദിച്ചു. അതെ സാർ, അതിൻ്റെ കണ്ണിൽ വലിയ വെളിച്ചമുണ്ടായിരുന്നു. ഇടയ്ക്ക് വെളിച്ചം വരും, ഇടയ്ക്ക് പോകും. ചുവന്ന വെളിച്ചം. ഞാനതിനെ പേടിപ്പിക്കാൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞു സാർ, സെൽവൻ പറഞ്ഞു. പെട്ടെന്ന് കസ്റ്റഡിയിലുണ്ടായിരുന്ന മറ്റേ തമിഴ് തൊഴിലാളി വിളിച്ചു പറഞ്ഞു, അയ്യോ സാർ, അത് പന്നിയല്ല. ഇന്നലെ രാത്രി എനിക്ക് വയറിളക്കം വന്നപ്പോൾ ഞാൻ ആ പൈൻ ഗാർഡിൻ്റെ അരികിൽ പോയിരുന്ന് ബീഡി വലിക്കുന്നുണ്ടായിരുന്നു. ബീഡിയുടെ ചുവന്ന വെളിച്ചം ആ കനലിൽ മിന്നി മിന്നി വരുന്നത് കണ്ടിട്ടാണ് ഈ മണ്ടൻ പന്നിയാണെന്ന് വിചാരിച്ചത്. എന്നെ കല്ലെറിഞ്ഞത്. സ്റ്റേഷനിൽ എല്ലാവരും അത് കേട്ട് ചിരിച്ചെങ്കിലും മാധവൻ ഗൗരവത്തിലായിരുന്നു. അയാൾ സെൽവനോട് വീണ്ടും ചോദിച്ചു, സെൽവൻ, അത് വിട്. അതിനുശേഷം നീ മറ്റെന്തെങ്കിലും കണ്ടോ? ആരെങ്കിലും അങ്ങോട്ട് വന്നോ? സെൽവൻ തല ചൊറിഞ്ഞുകൊണ്ട് ആലോചിച്ചു. ആ, ഓർമ്മയുണ്ട് സാർ. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒരാൾ ഷെഡിലേക്ക് നടന്നു വന്നു. ലൈറ്റിന് അഭിമുഖമായി നിന്നതുകൊണ്ട് എനിക്ക് മുഖം വ്യക്തമായില്ല. നല്ല തടിയുള്ള ഉയരം കുറഞ്ഞൊരാളായിരുന്നു അത്. അയാളുടെ തലമുടി വിചിത്രമായിരുന്നു. നല്ല ചുരുണ്ട മുടി. അവൻ ഷെഡിലിരുന്ന ഒരു തെങ്ങിൻ ചരടും ഒരു വലിയ ഇരുമ്പ് ശവലും എടുത്ത് ബംഗ്ലാവിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണെന്ന് കരുതി ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി സാർ. മാധവന് തന്റെ വഴി കൃത്യമായി ലഭിച്ചു കഴിഞ്ഞു. സെൽവന്റെ വാക്കുകൾ കേട്ടപ്പോൾ മാധവന്റെ മനസ്സിൽ ഒരു രൂപം വ്യക്തമായി തെളിഞ്ഞു. ഉയരം കുറഞ്ഞ തടിച്ച ചുരുണ്ട മുടിയുള്ള ഒരാൾ. അവനവിടുത്തെ തൊഴിലാളിയല്ല. കാരണം തൊഴിലാളികൾക്ക് അവനെ അറിയില്ല. മാധവൻ ഉടൻ തന്നെ ഹരിദാസിനോട് പറഞ്ഞു, സാർ, ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ ഉടനെ സ്റ്റേഷനിലേക്ക് വിളിക്കണം. സെൽവൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നമുക്ക് ആ രൂപം വരച്ചെടുക്കാം. അവൻ തന്നെയാണ് കൊലപാതകി. 1 മണിക്കൂറിനകം പോലീസിന്റെ സ്കെച്ച് ആർട്ടിസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തി. മാധവന്റെയും സെൽവന്റെയും വിവരണങ്ങൾ അനുസരിച്ച് അയാൾ ഒരു പുരുഷന്റെ ചിത്രം കമ്പ്യൂട്ടറിലും പേപ്പറിലുമായി വരച്ചു. വൃത്താകൃതിയിലുള്ള മുഖം, കട്ടിയുള്ള മീശ, വിചിത്രമായ ചുരുണ്ട മുടി, ദേഷ്യം നിറഞ്ഞ കണ്ണുകൾ. ആ ചിത്രം പൂർത്തിയാക്കിയപ്പോൾ മാധവൻ അത് വാങ്ങി സൂക്ഷ്മമായി നോക്കി. അടുത്ത നിമിഷം മാധവന്റെ മുഖത്ത് ഒരു വലിയ തിരിച്ചറിവിന്റെ ഭാവമുണ്ടായിരുന്നു. എനിക്ക് ഇയാളെ അറിയാം സാർ. ഞാൻ ഇയാളെ വാഗമണ്ണിൽ വെച്ച് കണ്ടിട്ടുണ്ട്, മാധവൻ ഉറപ്പിച്ചു പറഞ്ഞു. ആരാണ് ഇയാൾ? എവിടെയാണ് കണ്ടത്? ഹരിദാസ് ആകാംക്ഷയോട് ചോദിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഈ ബംഗ്ലാവിന്റെ പരിസരത്തും പൈൻകാടുകളിലും ഇയാൾ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ പ്രൊഫസർ മേനോൻ സാറ് നടക്കാനിറങ്ങുമ്പോൾ ഇയാൾ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു. ഇയാളെ കണ്ടു കഴിയുമ്പോൾ മേനോൻ സാറിന്റെ മുഖം കടുത്ത മാനസിക വിഷമത്തിലാകുന്നത് ഞാൻ ബംഗ്ലാവിന്റെ വരാന്തയിലിരുന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാമുവിനും ഇയാളെ അറിയാമായിരിക്കണം. അതുകൊണ്ടാണ് ദാമുവിനെ ഇയാൾ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്. മാധവൻ തന്റെ നിരീക്ഷണങ്ങൾ വിശദീകരിച്ചു. പക്ഷെ ഇയാൾക്ക് മേനോനുമായി എന്താണ് ബന്ധം? എന്തിനാണ് ഇയാൾ ആ പ്രായമായ ദമ്പതികളെ കൊന്നത്? മോഷണമല്ലെങ്കിൽ പിന്നെന്താണ് ലക്ഷ്യം? ഹരിദാസ് ചോദിച്ചു. അതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ രഹസ്യം സാർ. മേനോൻ സാറിന്റെ ഭാര്യ മാലതിക്ക് കുട്ടികളില്ലായിരുന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് മേനോൻ സാറിന് മറ്റൊരു സ്ത്രീയുമായി ഒരു രഹസ്യ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിലുണ്ടായ മകനാണ് ഇയാൾ. ഇയാളുടെ പേര് വിക്രം എന്നാണ്. മാധവൻ ആ ഞെട്ടിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തി. സ്റ്റേഷനിലുള്ളവർ അത്ഭുതത്തോടെ മാധവനെ നോക്കി. മാധവൻ തുടർന്നു.
ഒരു രാത്രി മേനോൻ സാറ് എന്നോടൊപ്പം ബംഗ്ലാവിൻ്റെ വരാന്തയിലിരുന്ന് സംസാരിച്ചപ്പോൾ ജീവിതത്തിൽ തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായി ഈ രഹസ്യം എന്നോട് പറഞ്ഞിരുന്നു. തൻ്റെ ആ ബന്ധത്തിലുണ്ടായ മകൻ ഇപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്വത്ത് മുഴുവനും അവന് എഴുതി കൊടുക്കാൻ ആവശ്യപ്പെടുകയാണെന്നും മേനോൻ സാർ എന്ന് വിഷമത്തോടെ എന്നോട് പറഞ്ഞിരുന്നു. മേനോൻ സാറ് തൻ്റെ സ്വത്തുക്കൾ മുഴുവനും ആ അനാഥാലയത്തിൻ്റെ ട്രസ്റ്റിനെ എഴുതി വയ്ക്കാൻ തീരുമാനിച്ച വിവരം വിക്രം അറിഞ്ഞു. തനിക്കൊരു പൈസ പോലും തരില്ല എന്ന് മേനോൻ സാറ് കണിശമായി പറഞ്ഞപ്പോൾ അവരെ ഇല്ലാതാക്കി സ്വത്ത് കൈക്കലാക്കാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അവൻ അവരെ പിന്തുടർന്ന് വാഗമണ്ണിലെത്തിയത്. ഇന്നലെ രാത്രി അവൻ ബംഗ്ലാവിലെത്തി മേനോൻ സാറിനെ കണ്ട് സംസാരിച്ചു. സ്വത്ത് തനിക്ക് എഴുതി നൽകില്ല എന്ന് മേനോൻ സാറ് വീണ്ടും പറഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അവൻ മേനോൻ സാറിന്റെ കഴുത്തിൽ കയർ മുറുക്കി കൊന്നു. അത് കണ്ട് ബെഡ്റൂമിൽ നിന്നും ഓടി വന്ന മാലതി അമ്മച്ചിയെയും അവൻ തെളിവ് നശിപ്പിക്കാൻ ക്രൂരമായി കൊലപ്പെടുത്തി. പുറത്തേക്ക് ഓടുമ്പോൾ കാവൽക്കാരൻ ദാമു അവനെ തടയാൻ ശ്രമിച്ചു. ദാമുവിന് വിക്രത്തെ മുൻപ് കണ്ട പരിചയമുണ്ട്. അവൻ പോലീസിനോട് തന്റെ പേര് പറയുമെന്ന ഭയമാണ് വിക്രം ദാമുവിന്റെ തല അടിച്ചു തകർത്തത്. SI ഹരിദാസ് ഉടൻ തന്നെ വിക്രത്തിനായുള്ള തെരച്ചിൽ ശക്തമാക്കാൻ ഉത്തരവിട്ടു. വാഗമണ്ണിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ ചെക്ക് പോസ്റ്റുകളിലും വിക്രത്തിന്റെ ചിത്രം അയച്ചു കൊടുത്തു. തമിഴ്നാട് അതിർത്തിയിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. എന്നാൽ മാധവന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. വിക്രം ഇപ്പോഴും വാഗമണ്ണിൽ തന്നെയുണ്ടെന്ന് അയാളുടെ ആന്തരിക ബോധം പറഞ്ഞു. അവൻ അത്ര പെട്ടെന്ന് രക്ഷപ്പെടില്ല. കാരണം ബംഗ്ലാവിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് താമസിക്കുന്നുണ്ടെന്നും അയാൾ പോലീസിനെ സഹായിക്കുന്നുണ്ടെന്നും വിക്രം അറിഞ്ഞിരിക്കണം. തന്നെ സംശയിക്കാൻ സാധ്യതയുള്ള മാധവനെയും ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചേക്കാം. അന്ന് രാത്രി മാധവൻ ടൗണിലെ ഒരു ചെറിയ ലോഡ്ജ് മുറിയിലാണ് താമസിച്ചത്. എന്നാൽ അയാളുടെ ശ്രദ്ധ പുറത്തെ ചെറിയ ശബ്ദങ്ങളിൽ പോലും ഉണ്ടായിരുന്നു. ജനാലയ്ക്ക് പുറത്ത് മഞ്ഞ് പെയ്തുകൊണ്ടേയിരുന്നു. രാത്രി ഏകദേശം 2 മണിയായപ്പോൾ മാധവന്റെ മുറിയുടെ ജനാല പതുക്കെ പുറത്തു നിന്നും തുറക്കുന്ന ശബ്ദം കേട്ടു. മാധവൻ കട്ടിലിൽ പുതച്ചുമൂടി ചത്തതുപോലെ കിടന്നു. ഒരു കറുത്ത നിഴൽ ജനാല വഴി മുറിക്കുള്ളിലേക്ക് ഇറങ്ങി. അവന്റെ കയ്യിൽ ഒരു മൂർച്ചയുള്ള കത്തി വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ കട്ടിലിന്റെ അടുത്തേക്ക് നടന്നു വന്നു. മാധവന്റെ നെഞ്ചിന് നേരെ കത്തി ഓങ്ങിയ നിമിഷം മാധവൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് അവന്റെ കൈത്തണ്ടയിൽ ശക്തമായി പിടിച്ചു. അത് വിക്രം തന്നെയായിരുന്നു. സ്കെച്ചിൽ കണ്ടതുപോലെ തടിച്ച ഉയരം കുറഞ്ഞ ഭീകരമായ രൂപം. മാധവന്റെ പെട്ടെന്നുള്ള ഈ പ്രതിരോധം അവനൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവന് പിന്തിരിയാൻ സമയമേ ഇല്ലായിരുന്നു. വിക്രം തന്റെ മുഴുവൻ ശരീരഭാരവും ശക്തിയും എടുത്ത് കത്തി മാധവന്റെ നെഞ്ചിലേക്ക് ഇറക്കാൻ ശ്രമിച്ചു. എന്നാൽ മാധവൻ തന്റെ ഡിറ്റക്റ്റീവ് ട്രെയിനിങ്ങിന്റെ കരുത്തിൽ അവന്റെ കൈ തിരിച്ചു പിടിച്ചു. ഇരുവരും കട്ടിലിൽ നിന്നും തറയിലേക്ക് മറിഞ്ഞു വീണു. വിക്രം ചെറുതാണെങ്കിലും കടുത്ത ശാരീരിക ശക്തിയുള്ളവനായിരുന്നു. അവൻ മാധവന്റെ പിടിയിൽ നിന്നും വഴുതി മാറി കട്ടിലിന്റെ ഇടയിലേക്ക് കത്തി എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് മാധവന്റെ കഴുത്തിന് നേരെ കൈകൾ നീട്ടി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. മുറിക്കുള്ളിലെ ആ ചെറിയൊരുട്ടിൽ വലിയൊരു ജീവൻ മരണ പോരാട്ടം തന്നെ നടന്നു. മാധവൻ വിക്രത്തിന്റെ മുഖത്തേക്ക് ശക്തമായി ഒരു ഇടി കൊടുത്തു. വിക്രം വേദന കൊണ്ട് അലറിക്കൊണ്ട് പുറകോട്ടും മറിഞ്ഞു വീണു. മേശപ്പുറത്തിരുന്ന ഗ്ലാസും വിളക്കുമെല്ലാം തറയിൽ വീണു തകർന്നു. എന്നാൽ അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റ് തുറന്നു കിടന്ന ജനാലയിലൂടെ പുറത്തേക്ക് ചാടിയോടി. മാധവൻ ഒട്ടും സമയം കളയാതെ തന്റെ കയ്യിലിരുന്ന ടോർച്ചുമെടുത്ത് അവന്റെ പുറകെ ജനാലയിലൂടെ പുറത്തേക്ക് ഓടി. പുറത്തത് ഭീകരമായ മഞ്ഞായിരുന്നു. 2 അടി മുന്നിലുള്ളത് പോലും കാണാൻ കഴിയാത്തത്ര കട്ടിമഞ്ഞ്. കയ്യിലെ ടോർച്ച് വെളിച്ചം പോലും ആ മഞ്ഞിനെ തുളച്ചു പോകാൻ ബുദ്ധിമുട്ടി. വിക്രം മുന്നിലുള്ള പൈൻകാടുകളിലേക്ക് ഓടിക്കയറുന്നത് മാധവൻ കണ്ടു. നിൽക്കവിടെ, നിനക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, മാധവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവന്റെ പുറകെ ഓടി. വിക്രത്തിന് വാഗമണ്ണിലെ മലനിരകളും വഴികളും നന്നായി അറിയാമായിരുന്നു. അവൻ കുത്തനെയുള്ള മലനിരകളിലൂടെ മുകളിലേക്ക് ഓടി. മാധവൻ തന്റെ ശ്വാസം അടക്കിപ്പിടിച്ച് അവനെ പിന്തുടർന്നു. വഴിയിൽ വഴക്കലുള്ള പുല്ലും കല്ലുകളും ഉണ്ടായിരുന്നു. പലതവണ മാധവൻ തെന്നി വീഴാൻ പോയെങ്കിലും വീര്യം കൈവിട്ടില്ല. ഒടുവിൽ അവരെത്തിയത് വാഗമണ്ണിലെ പ്രശസ്തമായ ആത്മഹത്യാ മുനമ്പ്, അതായത് സൂയിസൈഡ് പോയിന്റ് എന്ന് വിളിക്കുന്ന വലിയൊരു കൊക്കയുടെ അരികിലേക്കാണ്. മാധവൻ വിക്രത്തിന് ഏതാനും അടി അകലെയായി നിന്നു. കയ്യിലെ ടോർച്ച് വെളിച്ചം അവൻ വിക്രത്തിന്റെ മുഖത്തേക്ക് ശക്തമായി അടിച്ചു. വിക്രത്തിന്റെ കണ്ണുകളിൽ ഭയവും അതിലേറെ ദേഷ്യവും തിളങ്ങുന്നുണ്ടായിരുന്നു. അവന്റെ ശ്വാസം വേഗത്തിലായിരുന്നു. നിനക്കിനി മുന്നോട്ട് പോകാൻ വഴിയില്ല വിക്രം. പോലീസ് നിന്റെ കഥയെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്, മാധവൻ ശാന്തനായി പറഞ്ഞു. വിക്രം ദേഷ്യത്തോടെ പല്ലുകടിച്ചു. ആ കിളവൻ മേനോൻ കാരണം എൻ്റെ അമ്മ മാനക്കേടോർത്ത് ജീവനൊടുക്കി. അവൻ കൊച്ചിയിൽ ആഡംബരത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളിവിടെ പട്ടിണിയിലായിരുന്നു. എൻ്റെ അവകാശപ്പെട്ട സ്വത്ത് ചോദിച്ചപ്പോൾ അവൻ എന്നെ ആട്ടിപ്പായിച്ചു. അവനെ ഞാൻ കൊല്ലും. അതിൻ്റെ ഇടയിൽ വന്ന ആ മാലതിയെയും ആ കാവൽക്കാരനെയും ഞാൻ തീർത്തു. നീ ആരെ ഇത് ചോദിക്കാൻ? നിന്നെയും ഞാൻ ഇല്ലാതാക്കും. നീ ചെയ്തത് ക്രൂരമായ കൊലപാതകമാണ് വിക്രം. അതിന് നിയമം നിനക്ക് അർഹമായ ശിക്ഷ നൽകും. പതുക്കെ മുന്നോട്ട് വാ, ആയുധം താഴെയിടൂ, മാധവൻ കൈനീട്ടി പറഞ്ഞു. എന്നാൽ വിക്രം കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു. അവൻ പെട്ടെന്ന് മാധവന് നേരെ ഒരു മൃഗത്തെ പോലെ ചാടി വീണു. ഇരുവരും ആ കൊക്കയുടെ അരികിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടി. മലമുകളിലെ ശക്തമായ കാറ്റും മഞ്ഞും ആ പോരാട്ടത്തെ കൂടുതൽ കഠിനമാക്കി.
വിക്രം മാധവനെ കൊക്കയിലേക്ക് തള്ളിയിടാൻ തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു. മാധവൻ തൻ്റെ ശരീരഭാരം കൃത്യമായി നിയന്ത്രിച്ച് വിക്രത്തെ പുറകോട്ട് ശക്തമായി തള്ളി. ആ പ്രതീക്ഷിക്കാത്ത തള്ളലിൽ വിക്രത്തിൻ്റെ കാൽ പാറപ്പുറത്ത് നിന്നും വഴുതി. അവൻ നിയന്ത്രണം തെറ്റി കൊക്കയുടെ അരികിലേക്ക് മറിഞ്ഞു. മാധവൻ, എന്നെ രക്ഷിക്കൂ! അവൻ ഭയത്തോടെ നിലവിളിച്ചു. മാധവൻ വേഗത്തിൽ മുന്നോട്ടാഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ കട്ടി കൂടിയ മഞ്ഞും കാറ്റും കാരണം മാധവൻ അവൻ്റെ കയ്യിൽ തൊടാൻ കഴിഞ്ഞില്ല. അടുത്ത നിമിഷം വിക്രം ആ അഗാധമായ താഴ്വരയിലേക്ക് താഴേക്ക് പതിച്ചു. താഴെ കട്ടിയുള്ള മഞ്ഞ് മൂടിക്കിടക്കുകയായിരുന്നു. അവൻ്റെ ഭീകരമായ നിലവിളി ആ മലനിരകളിൽ മുഴങ്ങിക്കേട്ടു. പിന്നെയെല്ലാം നിശബ്ദമായി. മാധവൻ കൊക്കയുടെ അരികിലേക്ക് ഇരുന്ന് താഴേക്ക് നോക്കി. ഒന്നും കാണാൻ കഴിയാത്ത വിധം മഞ്ഞ് മൂടിക്കിടക്കുകയായിരുന്നു. വിക്രം അത്രയും ഉയരത്തിൽ നിന്നും വീണ സ്ഥിതിക്ക് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് മാധവൻ ഉറപ്പായിരുന്നു. അത്രയും വലിയ താഴ്ചയായിരുന്നു അത്. മാധവൻ പതുക്കെ എഴുന്നേറ്റ് വസ്ത്രങ്ങളിലെ മണ്ണ് തട്ടിമാറ്റി തിരികെ ടൗണിലേക്ക് നടന്നു. നേരം വെളുത്തു തുടങ്ങിയിരുന്നു. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ വാഗമൺ മൊട്ടക്കുന്നുകളിൽ പതിക്കുമ്പോൾ ആ പ്രദേശം അതീവ മനോഹരമായി തോന്നി. എന്നാൽ ആ പച്ചപ്പിന്റെ സൗന്ദര്യത്തിന് പിന്നിൽ ഒരൊറ്റ രാത്രി കൊണ്ട് നടന്ന കൊലപാതകങ്ങളുടെ ചോരക്കറയുണ്ടായിരുന്നു. രാവിലെ 8 മണിയോടെ മാധവൻ വീണ്ടും വാഗമൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. എസ് ഐ ഹരിദാസ് അവിടെ ഉണ്ടായിരുന്നു. മാധവൻ രാത്രി ലോഡ്ജിൽ നടന്ന കാര്യങ്ങളും വിക്രം കൊക്കയിലേക്ക് വീണതുമായ വിവരങ്ങളുമെല്ലാം ഹരിദാസിനോട് പറഞ്ഞു. ഹരിദാസ് അത്ഭുതത്തോടെയും അവിശ്വാസത്തോടെയും കേട്ടു. താൻ ഒറ്റയ്ക്കാണ് അവനെ നേരിട്ടതല്ലേ? വിക്രം കൊക്കയിൽ വീണ് മരിച്ചെങ്കിൽ അവൻ്റെ മൃതദേഹം കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ താഴ്വരയിലേക്ക് ഇറങ്ങുക അത്ര എളുപ്പമല്ല. ഫയർഫോഴ്സ് വരേണ്ടി വരും. അത് പോലീസിൻ്റെ ജോലിയാണ് സാർ. എൻ്റെ ജോലി ഇവിടെ കഴിഞ്ഞു. എന്നെ സംശയിച്ചിരുന്ന നിങ്ങളുടെ സംശയം മാറിയല്ലോ, അത് മതി, മാധവൻ പറഞ്ഞു. അതേ മാധവൻ, താൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇത്ര വേഗം തെളിഞ്ഞത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ആ പാവം തോട്ടം തൊഴിലാളികളെ തല്ലി ജയിലിലാക്കിയേനെ. നിന്റെ ഡിറ്റക്റ്റീവ് ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കൊച്ചിയിൽ ചെന്നാൽ നമുക്ക് കാണാം. ഹരിദാസ് മാധവന് കൈ നൽകി. നന്ദി സാർ. ഞാൻ എൻ്റെ ഫീസ് സാധാരണയായി ക്ലയൻറ്റുകളിൽ നിന്നാണ് വാങ്ങാറുള്ളത്. ഇവിടെ ഞാൻ തന്നെയായിരുന്നു പ്രതിക്കൂട്ട്. അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ ഞാൻ തന്നെ അന്വേഷിക്കേണ്ടി വന്നു. ഇനി ഭാവിയിൽ എന്തെങ്കിലും വലിയ കേസുകളുണ്ടെങ്കിൽ എന്നെ ഓർക്കുക, മാധവൻ പുഞ്ചിരിയോടെ പറഞ്ഞ് ബാഗുമെടുത്തിറങ്ങി. അടുത്ത ദിവസം കേരളത്തിലെ എല്ലാ പ്രമുഖ പത്രങ്ങളിലും വാഗമൺ ഇരട്ടക്കൊലപാതകത്തിൻ്റെ വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെ വന്നു. ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ഓടിക്കൊണ്ടേയിരുന്നു. സ്വത്തുതർക്കം, പ്രൊഫസറെയും ഭാര്യയെയും രഹസ്യബന്ധത്തിലെ മകൻ കൊലപ്പെടുത്തി, പ്രതി കൊക്കയിൽ ചാടി മരിച്ചു എന്നായിരുന്നു വാർത്തകളുടെ ഉള്ളടക്കം. കേസ് ഔദ്യോഗികമായി അവസാനിച്ച മട്ടായിരുന്നു. പോലീസ് വിക്രത്തിന്റെ മൃതദേഹം തിരയാൻ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായം തേടിയിരുന്നു. മാധവൻ തന്റെ ബാഗുമെടുത്ത് വാഗമണ്ണിൽ നിന്നും കൊച്ചിയിലേക്കുള്ള KSRTC ബസ്സിൽ കയറി. യാത്രയ്ക്കിടയിൽ അയാൾ പത്രം ഒന്നുകൂടി വിശദമായി വായിച്ചു. പെട്ടെന്ന് മാധവന്റെ കണ്ണുകൾ പത്രത്തിന്റെ ഒരു കോണിലെ ചെറിയ വരികളിൽ ഉടക്കി നിന്നു. വിക്രത്തിന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 300 അടി താഴ്ചയുള്ള കൊക്കയാണ്. ഡെഡ് ബോഡി മരങ്ങളിലോ പാറകളിലോ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മാധവന്റെ മനസ്സിൽ ഒരു പുതിയ സംശയം മുളപൊട്ടി. വിക്രം യഥാർത്ഥത്തിൽ മരിച്ചോ? അതോ അവൻ മനഃപൂർവ്വം ആ കൊക്കയിലേക്ക് ചാടി നമ്മളെ പറ്റിച്ചതാണോ? തോട്ടം മേഖലകളിൽ ജനിച്ചു വളർന്ന വിക്രത്തിന് അവിടുത്തെ ഭൂപ്രകൃതിയും മലനിരകളും നന്നായി അറിയാം. കൊക്കയുടെ താഴെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഇറങ്ങാൻ അവന് സാധിക്കുമോ? മാധവൻ ബസ്സിലിരുന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. കാടുകളും മലകളും പിന്നിലാക്കി മറയുമ്പോഴും അയാളുടെ മനസ്സ് വാഗമണ്ണിലെ ആത്മഹത്യ മുനമ്പിൽ തന്നെയായിരുന്നു. ഒരു കുറ്റാന്വേഷകന്റെ മനസ്സ് ഒരിക്കലും പൂർണ്ണമായി തൃപ്തിപ്പെടാറില്ല. തെളിവുകൾ സ്വന്തം കണ്ണാൽ കാണുന്നത് വരെ. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. കൊച്ചിയിലെത്തിയ മാധവൻ തന്റെ ഓഫീസിലെത്തി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. വാഗമൺ കേസ് ജനങ്ങളുടെ മനസ്സിൽ നിന്നും പതുക്കെ മായാൻ തുടങ്ങി. എന്നാൽ മാധവൻ ദിവസവും പത്രങ്ങളിലെ പ്രാദേശിക വാർത്തകൾ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വിക്രത്തിന്റെ ഡെഡ് ബോഡി കിട്ടിയോ എന്നറിയാനായിരുന്നു അത്. 2 ആഴ്ചയ്ക്ക് ശേഷം മാധവന് വാഗമൺ SI ഹരിദാസിന്റെ ഒരു ഫോൺ കോൾ വന്നു. ഹരിദാസിന്റെ സ്വരം വളരെ ഗൗരവമുള്ളതായിരുന്നു. മാധവൻ, ഒരു പ്രധാന കാര്യം പറയാനാണ് വിളിച്ചത്. ഞങ്ങൾ ഫയർഫോഴ്സിനെ വെച്ച് ആ താഴ്വര മുഴുവനും തിരഞ്ഞു. എന്നാൽ വിക്രത്തിന്റെ ഡെഡ് ബോഡിയോ അവന്റെ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളോ ഒന്നും അവിടെ നിന്നും കിട്ടിയില്ല. അവൻ അവിടെയില്ല, ഹരിദാസ് പറഞ്ഞു. മാധവൻ ഞെട്ടിയില്ല. കാരണം അയാൾ ഇത് മുൻകൂട്ടി ഭയന്നിരുന്നു. സാർ, ഞാനെന്ന് പറഞ്ഞില്ലേ, അവൻ അവിടുത്തെ കാടുകളിൽ ജീവിച്ചവനാണ്. അവൻ മരിച്ചിട്ടുണ്ടാകില്ല. അവൻ നമ്മളെ പറ്റിച്ചതാണ്. അതേ മാധവൻ, നീ പറഞ്ഞതാണ് ശരി. മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട്. പ്രൊഫസർ മേനോന്റെ കൊച്ചിയിലെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം ആരോ ATM വഴി വലിയൊരു തുക പിൻവലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മേനോൻ സാറിന്റെ ATM കാർഡും പിൻ നമ്പറും വിക്രത്തിന്റെ കൈവശം ഉണ്ടായിരുന്നിരിക്കണം. ഹരിദാസ് പുതിയൊരു വിവരം പങ്കുവച്ചു. അവൻ കൊച്ചിയിലുണ്ട് സാർ. അവൻ ആ പണം എടുക്കാൻ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് തന്നെയാണ് വന്നത്, മാധവൻ പറഞ്ഞു. ഞാൻ കൊച്ചി സിറ്റി പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. നീയും ഒന്ന് ശ്രദ്ധിക്കണം മാധവൻ. അവൻ നിന്നെ ലക്ഷ്യം വച്ചേക്കാം. കാരണം അവനെ കൊക്കയിലേക്ക് തള്ളിയത് നീയല്ലേ. ഹരിദാസ് മുന്നറിയിപ്പ് നൽകി ഫോൺ വെച്ചു.
മാധവൻ തന്റെ മേശപ്പുറത്തിരുന്ന വിക്രത്തിന്റെ ആ പഴയ സ്കെച്ചിലേക്ക് നോക്കി. ഫോൺ വെച്ചതിന് ശേഷം മാധവൻ തന്റെ ഓഫീസിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. കൊച്ചിയിലെ തിരക്കേറിയ തെരുവുകൾ. വിക്രം ഇവിടെ എവിടെയോ ഉണ്ട്. അവൻ തന്നെ തിരയുന്നുണ്ടാകാം. അന്ന് രാത്രി മാധവൻ ഓഫീസിൽ നിന്നും തന്റെ ഫ്ളാറ്റിലേക്ക് നടക്കുകയായിരുന്നു. കൊച്ചിയിലെ വിജനമായ ഒരു ഉപ റോഡിലൂടെ നടക്കുമ്പോൾ പുറകിൽ ആരോ പിന്തുടരുന്നത് പോലെ അയാൾക്ക് തോന്നി. മാധവൻ നടത്തത്തിന്റെ വേഗത കൂട്ടി. പുറകിലെ കാൽപ്പാടുകളുടെ വേഗതയും അതിനനുസരിച്ച് കൂടി. മാധവൻ പെട്ടെന്നൊരു വലിയ മതിലിന്റെ മറവിലേക്ക് മാറി നിന്നു. പുറകെ വന്ന രൂപം മാധവനെ കാണാതെ അന്തം വിട്ടു നിന്നു. മാധവൻ ടോർച്ചടിച്ചു നോക്കിയപ്പോൾ അത് വിക്രമായിരുന്നില്ല, മറിച്ചൊരു സാധാരണ യാചകനായിരുന്നു. മാധവൻ ഒരു ദീർഘശ്വാസം വിട്ടു. വിക്രം അത്ര പെട്ടെന്ന് മുന്നിൽ വരില്ല. അവൻ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നവനാണ്. അടുത്ത ദിവസം മാധവൻ മേനോൻ സാറിന്റെ ബാങ്ക് ശാഖ സന്ദർശിച്ചു. അവിടുത്തെ മാനേജറെ കണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസിന്റെ സഹായത്തോടെ അനുവാദം വാങ്ങി. ATM കൗണ്ടറിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച മാധവൻ ഞെട്ടിപ്പോയി. ATMിൽ നിന്നും പണം പിൻവലിക്കാൻ ശ്രമിച്ചത് വിക്രം നേരിട്ടല്ലായിരുന്നു. ഒരു ചെറിയ പയ്യനെയാണ് അവൻ അതിനായി വിട്ടത്. ആ പയ്യനെ കണ്ടെത്തിയാൽ വിക്രത്തിലേക്ക് എത്താം. മാധവൻ ആ പയ്യന്റെ ദൃശ്യം തന്റെ ഫോണിൽ പകർത്തി. അവൻ കൊച്ചിയിലെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്ന കുട്ടിയാണെന്ന് മാധവന് തോന്നി. അയാൾ അന്വേഷണം റെയിൽവേ സ്റ്റേഷനിലേക്ക് വ്യാപിപ്പിച്ചു. മാധവൻ കൊച്ചി റെയിൽവേ സ്റ്റേഷന്റെ പരിസരങ്ങളിൽ ആ പയ്യന്റെ ഫോട്ടോയുമായി നടന്നു. അവിടുത്തെ ചുമട്ടു തൊഴിലാളികളോടും കടക്കാരോടും ചോദിച്ചെങ്കിലും ആദ്യം ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഒടുവിലൊരു ചായക്കടക്കാരൻ അവനെ തിരിച്ചറിഞ്ഞു. ഇവൻ രാജുവാണ് സാർ. ഇവിടെ പ്ലാറ്റ്ഫോമിലൊക്കെ കിടന്നുറങ്ങുന്ന കുട്ടിയാണ്. പൈസ കിട്ടിയാൽ എന്ത് പണിയും ചെയ്യും. മാധവൻ റെയിൽവേ സ്റ്റേഷന്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ കോണിൽ വെച്ച് രാജുവിനെ കണ്ടെത്തി. മാധവനെ കണ്ടപ്പോൾ അവൻ ഓടാൻ ശ്രമിച്ചെങ്കിലും മാധവൻ അവനെ പിടിച്ചു വെച്ചു. മോനെ, പേടിക്കണ്ട, ഞാൻ പോലീസല്ല. നിനക്ക് ആ ബാങ്കിന്റെ ATM കാർഡ് തന്ന ആള് എവിടെയുണ്ട്? അത് മാത്രം പറഞ്ഞാൽ മതി. മാധവൻ സ്നേഹത്തോടെ ചോദിച്ചുകൊണ്ട് അവന് ഒരു 100 രൂപ നോട്ട് കൊടുത്തു. പണം കണ്ടപ്പോൾ രാജുവിന്റെ ഭയം മാറി. അവൻ പറഞ്ഞു, അത് ഒരു തടിച്ച അങ്കിളാണ് സാർ. തലയിലൊക്കെ നല്ല ചുരുണ്ട മുടിയുണ്ട്. ഇവിടെ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു പഴയ ലോഡ്ജിലാണ് പുള്ളി താമസിക്കുന്നത്. എനിക്ക് 500 രൂപ തന്നിട്ടാണ് ആ കാർഡിൽ നിന്നും പണം എടുക്കാൻ വിട്ടത്. കാർഡ് ബ്ലോക്ക് ആയതുകൊണ്ട് പണം കിട്ടിയില്ല. ഞാൻ കാർഡ് തിരികെ കൊടുത്തു. അവനിപ്പോൾ എവിടെയുണ്ട്? മാധവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ ലോഡ്ജിൽ തന്നെയുണ്ട് സാർ. ഇന്ന് രാത്രി അവൻ എങ്ങോട്ടോ പോകാൻ വണ്ടിക്ക് ബുക്ക് ചെയ്തുവെന്ന് പറയുന്നത് കേട്ടു, രാജു പറഞ്ഞു. മാധവൻ ഉടൻ തന്നെ സിറ്റി പോലീസിലെ തന്റെ സുഹൃത്തായ ഇൻസ്പെക്ടർ ഫിലിപ്പിനെ വിളിച്ച് വിവരം അറിയിച്ചു. അവർ ആ ലോഡ്ജ് വളയാൻ പ്ലാൻ ചെയ്തു. രാത്രി 9 മണിയോടെ മാധവനും ഇൻസ്പെക്ടർ ഫിലിപ്പും 4 പോലീസുകാരും ചേർന്ന് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള റോയൽ ലോഡ്ജ് എന്ന പഴയ കെട്ടിടത്തിലേക്ക് എത്തി. ലോഡ്ജിന്റെ മാനേജറെ കണ്ട് വിക്രം താമസിക്കുന്ന മുറി ഏതാണെന്ന് മനസ്സിലാക്കി. മുറി നമ്പർ 204. അവർ അതീവ ശ്രദ്ധയോടെ പടികൾ കയറി മുകളിലേക്കെത്തി. പോലീസുകാർ തോക്കുകൾ കയ്യിലേന്തി വാതിലിന്റെ ഇരുവശത്തുമായി നിന്നു. ഇൻസ്പെക്ടർ ഫിലിപ്പ് വാതിലിൽ ശക്തമായി മുട്ടി. പോലീസാണ്, വാതിൽ തുറക്ക്, ഫിലിപ്പ് ഗർജിച്ചു. എന്നാൽ ഉള്ളിൽ നിന്നും യാതൊരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. പോലീസുകാർ വാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കയറി. എന്നാൽ മുറി ശൂന്യമായിരുന്നു. ബെഡിൽ വസ്ത്രങ്ങൾ അലങ്കോലമായി കിടക്കുന്നു. ജനാല തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. മാധവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അത് താഴത്തെ ഒരു ചെറിയ വഴിയിലേക്കാണ് തുറക്കുന്നത്. വിക്രം പോലീസ് വന്നത് മുൻകൂട്ടി അറിഞ്ഞ് ജനാലയിലൂടെ ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു. അവന് ബാഗ് പോലും എടുക്കാൻ സമയം കിട്ടിയിരുന്നില്ല. മുറി പരിശോധിച്ച മാധവന് മേശപ്പുറത്ത് നിന്നും ഒരു ചെറിയ ഡയറി കിട്ടി. അതിൽ ചില ഫോൺ നമ്പറുകളും ഒരു വിലാസവും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കൊച്ചിയിലെ ഒരു പഴയ ഗോഡൌണിന്റെ വിലാസമായിരുന്നു. വിക്രം അങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് മാധവൻ ഊഹിച്ചു. ഫിലിപ്പ്, അവൻ ആ ഗോഡൌണിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം, മാധവൻ പറഞ്ഞു. കൊച്ചി തുറമുഖത്തിന്റെ അടുത്തുള്ള ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട കയർ ഗോഡൌൺ. അവിടെ കടുത്ത ഇരുട്ടായിരുന്നു. കടലിൽ നിന്നും ഉപ്പുകാറ്റ് അവിടെ വീശിയടിക്കുന്നു. മാധവനും പോലീസുകാരും വണ്ടി ദൂരെ നിർത്തിയിട്ട് പതുക്കെ ഗോഡൌണിന്റെ അടുത്തേക്ക് നടന്നു. ഗോഡൌണിന്റെ വലിയ ഇരുമ്പുവാതിൽ പകുതി തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ ചെറിയൊരു മെഴുകുതിരി വെളിച്ചം മാത്രം കാണാമായിരുന്നു. മാധവൻ പോലീസുകാരോട് പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് പതുക്കെ ഉള്ളിലേക്ക് കയറി. കാരണം വിക്രം മാധവനെയാണ് തിരയുന്നത്. മാധവനെ കണ്ടാൽ അവൻ പുറത്തു വരും. മാധവൻ ഗോഡൌണിന്റെ ഉള്ളിലേക്ക് നടന്നു. അവിടെ പഴയ കയർക്കെട്ടുകളും തടിയുടെ പെട്ടികളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. വിക്രം, നിന്റെ കളി അവസാനിച്ചു. ഇനിയും ഓടിയാൽ നിനക്ക് വെടിയേൽക്കും, മാധവൻ ഉറക്കെ പറഞ്ഞു. പെട്ടെന്നൊരു കിലുക്കം കേട്ടു. ഒരു ഇരുമ്പ് ചങ്ങല തറയിൽ വലിഞ്ഞഴിയുന്ന ശബ്ദം. മാധവൻ ശബ്ദം കേട്ട ദിശയിലേക്ക് തിരിഞ്ഞു. മാധവ! ഇരുട്ടിൽ നിന്നും വിക്രത്തിന്റെ ശബ്ദം കേട്ടു. അത് വളരെ ദൂരത്ത് നിന്നല്ല, തൊട്ടടുത്ത് നിന്നായിരുന്നു. അടുത്ത നിമിഷം ഒരു വലിയ തടിയുടെ പെട്ടി മാധവന് നേരെ മറഞ്ഞു വീണു. മാധവൻ വശത്തേക്ക് ചാടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ വിക്രം മാധവന്റെ പുറകിൽ നിന്നും ചാടി വീണു. എന്നിട്ടൊരു കട്ടിയുള്ള കയർ മാധവന്റെ കഴുത്തിലിട്ട് മുറുക്കാൻ ശ്രമിച്ചു. വാഗമണ്ണിൽ വെച്ച് മേനോൻ സാറിനെ കൊന്ന അതേ രീതി. മാധവന് ശ്വാസം മുട്ടാൻ തുടങ്ങി. വിക്രത്തിന്റെ കണ്ണിൽ ഭ്രാന്തമായ പ്രതികാര ദാഹമായിരുന്നു. നിന്നെ കൊന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ മാധവ, നീ എൻ്റെ ജീവിതം തകർത്തു, വിക്രം ദേഷ്യത്തിൽ പറഞ്ഞു. മാധവൻ തന്റെ കൈകൾ പുറകോട്ട് ആഞ്ഞ് വിക്രത്തിന്റെ വയറ്റിൽ ശക്തമായി കൈമുട്ടുകൊണ്ടിടിച്ചു. പിടി അയഞ്ഞ നിമിഷം മാധവൻ തിരിഞ്ഞു നിന്ന്
അവൻ്റെ മുഖത്ത് മാറി മാറി ഇടിച്ചു. ഇരുവരും ആ പഴയ ഗോഡൌണിലെ പൊടി നിറഞ്ഞ തറയിൽ കിടന്ന് കടുത്ത പോരാട്ടം നടത്തി. വിക്രം തറയിൽ കിടന്ന ഒരു ഇരുമ്പ് കമ്പിയെടുത്ത് മാധവന്റെ തലയ്ക്ക് നേരെ ഓങ്ങി. മാധവൻ വശത്തേക്ക് ഒഴിഞ്ഞു മാറിയപ്പോൾ ആ കമ്പി തറയിൽ തട്ടി വലിയ ശബ്ദമുണ്ടായി. മാധവൻ വിക്രത്തിന്റെ കയ്യിൽ ചവിട്ടി ആ കമ്പി ദൂരേക്ക് തെറിപ്പിച്ചു. വിക്രം വീണ്ടും എഴുന്നേറ്റ് ഗോഡൌണിന്റെ മുകളിലത്തെ തട്ടിലേക്ക് ഓടിക്കയറി. മാധവനും അവന്റെ പുറകെ പടികൾ കയറി മുകളിലേക്കെത്തി. മുകളിൽ ഒരു വലിയ ജനാലയുണ്ടായിരുന്നു. അതിലൂടെ താഴെ കടൽ കാണാമായിരുന്നു. വിക്രം ആ ജനാലയുടെ അരികിൽ വന്ന് നിന്നു. അവന് ഇനി പോകാൻ ഇടമില്ല. അപ്പോഴേക്കും ഇൻസ്പെക്ടർ ഫിലിപ്പും പോലീസുകാരും തോക്കുകളുമായി മുകളിലെത്തി വിക്രത്തെ വളഞ്ഞു. വിക്രം, ഇനി നിനക്ക് രക്ഷപ്പെടാൻ ഒരു സ്ഥലവുമില്ല. വാഗമണ്ണിലെ കൊക്കയിൽ നിന്നും നീ രക്ഷപ്പെട്ടു കാണും, പക്ഷേ ഈ കൊച്ചിയിലെ പോലീസിന്റെ വലയിൽ നിന്നും നീ രക്ഷപ്പെടില്ല, ഇൻസ്പെക്ടർ ഫിലിപ്പ് തോക്ക് ചൂണ്ടി പറഞ്ഞു. വിക്രം ചുറ്റും നോക്കി. 4 വശത്തും തോക്കുകളേന്തി പോലീസുകാർ. മുന്നിൽ തന്റെ തന്ത്രങ്ങളെല്ലാം തകർത്ത ഡിറ്റക്റ്റീവ് മാധവൻ. വിക്രത്തിന്റെ മുഖത്തെ ഭാവം പതുക്കെ മാറി. അവൻ തോൽവി സമ്മതിച്ചതുപോലെ കൈകൾ മുകളിലേക്ക് ഉയർത്തി. ഞാൻ തോറ്റു മാധവ, നിന്റെ ബുദ്ധിക്ക് മുന്നിൽ ഞാൻ തോറ്റു, വിക്രം പതുക്കെ പറഞ്ഞു. പോലീസുകാർ മുന്നോട്ട് വന്ന് വിക്രത്തിന്റെ കൈകൾ പുറകോട്ട് തിരിച്ച് ശക്തമായി കൈ വിലങ്ങു വെച്ചു. ഇത്തവണ അവന് ചാടാൻ കൊക്കകളോ ഒളിക്കാൻ കാടുകളോ ഇല്ലായിരുന്നു. അവന്റെ സ്ഥാനം ഇനി ജയിലിന്റെ ഇരുട്ടറയ്ക്കുള്ളിലാണ്. നിയമം അവന് അർഹമായ ശിക്ഷ നൽകും. വിക്രത്തെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അവൻ മാധവനെ കടുത്ത ദേഷ്യത്തോടെ നോക്കി. മാധവൻ ശാന്തനായി അവന് നേരെ കൈവീശി. അങ്ങനെ ആ വാഗമണ്ണിലെ പഴയ കൊളോണിയൽ ബംഗ്ലാവിൽ തുടങ്ങി കൊച്ചിയിലെ ഇരുണ്ട ഗോഡൌണിൽ അവസാനിച്ച ആ 3 മർഡർ കേസിന് അന്തിമമായ തീർപ്പായി. നേരം പുലർന്നു തുടങ്ങിയിരുന്നു. കൊച്ചി നഗരം പുതിയൊരു ദിവസത്തിലേക്ക് ഉണരുകയായിരുന്നു. മാധവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അതിന്റെ പുക മുകളിലേക്ക് ഉയരുമ്പോൾ അയാളുടെ മനസ്സിൽ അടുത്ത കേസിനായുള്ള പുതിയ ചിന്തകളും കേസ് ഡയറിയുടെ പുതിയ താളുകളും തുറക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. ഈ കഥയിൽ ആ മേനോൻ എന്ന് പറഞ്ഞ ആളാണ് പ്രശ്നം. കാരണം അയാൾ ഒരു കുട്ടിയെ, അല്ലെങ്കിൽ വേറൊരു സ്ത്രീയിലുണ്ടായൊരു കുട്ടിയെ നോക്കാതിരിക്കുകയും ആ കുട്ടി ആ രീതിയിലായി പോയിട്ടും അയാൾ സഹായിച്ചില്ല. അയാളുടെ ഭാഗത്തും തെറ്റുണ്ട്. തിരിഞ്ഞു നോക്കിയില്ലല്ലോ ആ മേനോൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അയാളുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം.